കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിലെത്തി. യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം. യാക്കോബിൻ്റെ കിണർ അവിടെയാണ്. യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിൻ്റെ കരയിലിരുന്നു. അപ്പോൾ ഏകദേശം 6 മണിക്കൂറായിരുന്നു. ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു. ആ ഒരു സമരിയാക്കാരി അവനോട് ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ സമരിയാക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ. യേശു അവളോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവൾ പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതും. പിന്നെ ഈ ഒരു ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? ഈ കിണർ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൻകരയിൽ നിന്നാണ് കുടിച്ചിരുന്നത്. യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ആർക്കും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജനം അവരിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. ഈശോയോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ ഒരു മലയിൽ ആരാധന നടത്തി, എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നത്. യേശു പറഞ്ഞു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആ സ്ത്രീ പറഞ്ഞു, മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം. അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. യേശുവോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് അവൻ. അവർ ശിഷ്യന്മാർ തിരിച്ചെത്തി അവനൊരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. എന്നാൽ എന്ത് ചോദിക്കുന്നെന്നോ എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നെന്നോ ആരും അവനോട് ചോദിച്ചില്ല. ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി. ആളുകളോട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? അവൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു. തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു, റബ്ബി, ഭക്ഷണം കഴിച്ചാലും. അവൻ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊടുത്തു വന്ന് കൊണ്ടിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലിലേക്ക് നോക്കുവേൻ. അവൾ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. കൊയ്ത്തവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവനിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നതും മറ്റൊരുവൻ എന്ന ചൊല്ല് ഇവിടെ സാർത്ഥകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കുവാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ആ സമരിയാക്കാർ അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവർ 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അച്ഛൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു. അവൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ നിങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും
ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, തപസ്സുകാലം 3-ാമത്തെ വാരത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ തമ്പുരാൻ നമ്മളോട് തിരുസഭയിലൂടെ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നതും വിചിന്തനം ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്കുള്ളൊരു ദൈവത്തെ എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൽ എത്രത്തോളം ആശ്രയം വയ്ക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഒരു അമ്മയും കുഞ്ഞും ഇരിക്കുന്നത് എല്ലാവരും കാണുകയാണ്. അങ്ങനെ ഇവരോട് രണ്ടുപേരോടും ചുറ്റുമുള്ളവർ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഈ ഒരു യാത്ര? അങ്ങനെ തൊട്ടടുത്തുള്ള ആ ഒരു സ്ത്രീയോട് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തൻ്റെ മകൾക്ക് കണ്ണു കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് ജന്മനായില്ല. പക്ഷേ ആ ഒരു ഇതുകൊണ്ട് തന്നെ ഭക്തിയായാലും അല്ലെങ്കിൽ ദൈവവിശ്വാസിയായിരുന്ന ആ ഒരു അമ്മയെ ഭർത്താവ് കുറ്റപ്പെടുത്തുകയും ഓരോ ദിനത്തിലും നിത്രത്തോളം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തൊരു ദൈവം എന്തുകൊണ്ട് കണ്ണു കാണാത്തതും സംസാരിക്കാത്തതുമായൊരു കുട്ടിയെ നിനക്ക് തന്നു എന്നുള്ള പരാതി അല്ലെങ്കിൽ ഒരു പരിഭവത്തോടും ഒരു കുറ്റപ്പെടുത്തലോടും കൂടി ഈ സ്ത്രീയോട് ആവർത്തിക്കുമായിരുന്നു. അങ്ങനെ നാളുകൾക്ക് ശേഷം ഒരു സ്ത്രീ തൻ്റെ മനസ്സിലുറപ്പിക്കുകയാണ്, താൻ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ പക്കലേക്ക് ഈ മകളെ കൊണ്ടു ചെന്നാൽ സൗഖ്യം ലഭിക്കും എന്നുള്ളൊരു ഉറപ്പ്. അങ്ങനെ ഒത്തിരിയേറെ ആരാധനാലയങ്ങളിൽ കൊണ്ടു ചെല്ലുന്നു. പക്ഷേ പലയിടങ്ങളിലും ചെല്ലുമ്പോഴും പ്രതീക്ഷയോടെ പോകുന്നെങ്കിലും അവർ തിരികെ വരവ് പലപ്പോഴും ഒരു നിരാശയിലാണ്. അങ്ങനെ ഒത്തിരി നാൾ പോവുകയാണ്. അവസാനം ഒരു ദിവസം ഈ ഒരു ഭർത്താവ് ലക്കുകെട്ട് ആ ഒരു ഭവനത്തിലേക്ക് കയറി വരികയും ഈ ഒരു സ്ത്രീയോട് തന്നെ ദേഷ്യപ്പെട്ട് പിന്നെയും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്, നീ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ആ ഒരു ദൈവം ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഈ ഒരു സ്ത്രീയോട് പറഞ്ഞു വെക്കുന്നുണ്ട്. നിന്റെ മകള് ഒരിക്കലും ആ ഒരു പഴയ രീതിയിലേക്ക് കടന്നു വരാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കണ്ണു കാണാനോ ഒരിക്കൽ പോലും പറ്റില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം ഈ ഒരു സ്ത്രീയോട് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ആ രാത്രിയിൽ ഒരു സ്ത്രീ ഒത്തിരിയേറെ കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ കൈവെടിഞ്ഞു എന്നുള്ള കാര്യം. അങ്ങനെ പിറ്റേ ദിവസം ഒരു തീരുമാനമെടുക്കുകയാണ്. ആരോ പറഞ്ഞു കേട്ട് ഇന്നിടത്തൊരു ദേവാലയമുണ്ട്, ഞാൻ അവിടോട്ട് പോകും, അവിടെ 3 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെട്ടിട്ട് മാത്രമേ ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ പോവുകയാണ്. അങ്ങനെ ആ ഒരു യാത്രക്കിടയിലാണ് ഈ ഒരു അമ്മയും മകളും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും ആ ഒരു തിരികെ വരവിനായതുകൊണ്ട് തന്നെ നിരാശയിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ മാറുകയാണ്. തൊട്ടടുത്തുള്ള ആ ഒരു സ്ത്രീയോട് ഈ കഥകൾ പറയുമ്പോഴും സംഭവങ്ങൾ പറയുമ്പോഴും ദൈവമില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബോധത്തിൽ നിരാശയിൽ ഈ ഒരു സ്ത്രീ പറഞ്ഞു വെക്കുമ്പോഴും എന്തുകൊണ്ട് ഈ ഒരു ദൈവം എൻ്റെ മകളെ സ്പർശിച്ചില്ല, എന്തുകൊണ്ട് എൻ്റെ മകൾക്ക് സൗഖ്യം നൽകിയില്ല എന്ന പരാതിയിൽ അവർ നിരാശയിൽ ദൈവത്തിൻ്റെ അഭാവത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ഭോഗിയിലുള്ള ഒത്തിരിയേറെ പേര് ഈ കാര്യം കേൾക്കുകയും അവർക്ക് പോലും ഉത്തരമില്ലാതെ അവരോരോരുത്തർ തല കുമ്പിട്ട് നിൽക്കുമ്പോൾ ഒരു സുവിശേഷ പ്രഘോഷകൻ ആ ഒരു വഴി കടന്നു പോകുന്നുണ്ട്. കാണുന്ന ഓരോ വ്യക്തികളോടും ദൈവം സ്നേഹമാണെന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ ഒരു ബോധ്യത്തിൽ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഓരോ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് നടന്നു പോകുന്ന സമയം അങ്ങനെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുമ്പോഴും തട്ടി ഉണർത്തി അവരോടും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യം പറയുമ്പോഴും ഒരു തട്ടിമാറ്റുന്നുണ്ട്. കാരണം ഈ ഒരു മനുഷ്യന് ഇവരുടെ സാഹചര്യമോ ഒന്നും അറിയില്ല. അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറയുമ്പോഴും ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീ പല കാര്യങ്ങളും ആവർത്തിച്ച് പറയുമ്പോഴും അത്രമേൽ ആക്രോശത്തോടും ദേഷ്യത്തോടും കൂടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവസ്നേഹം പുലമ്പുന്ന ദൈവം ഇല്ല എന്നുള്ള ഒരു കാര്യം ഈ ഒരു സ്ത്രീ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു മനുഷ്യൻ ദൈവം സ്നേഹമാണെന്നും ആ ഒരു ദൈവത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ലക്കുകെട്ട് അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിഭാവത്തിൽ തൊട്ടടുത്തിരുന്ന ഒരാളുടെ ഒരു വടിയെടുത്തിട്ട് ഈ ഒരു മനുഷ്യൻ്റെ മുഖത്തിട്ട് അടിക്കുകയാണ്. അങ്ങനെ ആ ഒരു മനുഷ്യൻ തന്നെ മൂക്കുപൊട്ടി രക്തമൊലിക്കുന്ന ഒരു അവസ്ഥയിൽ ചുറ്റുമുള്ള ഓരോരുത്തരും ഈ ഒരു സ്ത്രീക്ക് വട്ടാണോ എന്ന് ചോദിക്കുമ്പോഴും പെട്ടെന്ന് ആ ഒരു നിമിഷത്തിൽ ഈ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയുടെ മകള് പെട്ടെന്ന് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ നിർത്ത്, അദ്ദേഹം പാവമാണ്, ഈശോയെ പറ്റി പറയാൻ വേണ്ടി വന്നതല്ലേ, ആ ഒരു മനുഷ്യനെ ദ്രോഹിക്കരുതേ എന്ന്. തൊട്ട് തന്നെ ആ ഒരു ഭോഗിയിലുണ്ടായിരുന്ന എല്ലാവരും ഈ ഒരു സ്ത്രീയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. സംസാരിക്കാൻ പറ്റാതിരുന്ന
അതിൽ കാണാൻ പറ്റാതിരുന്ന ആ ഒരു പെൺകുട്ടിയാണ് സംസാരിച്ചതും ഈ ഒരു മനുഷ്യനെ കണ്ടുകൊണ്ട് തന്നെ സാക്ഷ്യം പറഞ്ഞതും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോഴും പലപ്പോഴും എന്നെ അനുഗ്രഹിക്കാത്തൊരു ദൈവം എനിക്ക് വേണ്ട എന്നുള്ള പരാതിയിൽ പലപ്പോഴും നമ്മളും നമ്മുടെ ജീവിതത്തിലെ പരിഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരാതികൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ദിവസത്തെ വായനകൾ പരിശോധിക്കുമ്പോഴും ആ ഒരു പരാതിയിലും പരിഭവത്തിലുമായിരിക്കുന്ന നമ്മുടെ ആത്മീയ യാത്രയെപ്പറ്റി പരിശോധിക്കാനാണ് തമ്പുരാൻ പറയുന്നത്. ആദ്യ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം തങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട ഭൂമിയിലേക്ക് തിരിച്ചറിയുക, അവർ തിരഞ്ഞെടുക്കപ്പെട്ട ജനം ദൈവത്തോടു കൂടെ ആ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ അവരോരോരുത്തരുടെയും ദൈവപരിപാലനം ആശ്രയിക്കുമ്പോഴും അവർ മരുഭൂമിയിലെത്തുമ്പോഴാണ് അവർ ചോദിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെ കൊല്ലാനാണോ ഇവിടെ കൊണ്ടുവന്നത്? തിരിച്ചറിയുക, ഒരു മരുഭൂമിയിൽ ഒരു ജീവൻ്റെ അംശം പോലും ഇല്ലാത്തൊരിടത്ത് മാനുഷികമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോഴും ഒരു പക്ഷേ അവർ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത അവർ പരിപാലിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു ദൈവത്തോടാണ് അവരിതുപോലെ ഒരു പരാതി പറയുന്നത്. പക്ഷേ ദൈവം ഞങ്ങളെ സംരക്ഷിക്കുമെന്നോ അവർ ദൈവപരിപാലനം ഞങ്ങളെ കൊണ്ടുവന്നു പോലും അവർക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നിമിഷം നമ്മുടെ ആത്മീയ യാത്രയിലും പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. പല മരണങ്ങളും രോഗാവസ്ഥകളും അല്ലെങ്കിൽ സഹനത്തിൻ്റെ തന്നെ കുറേ ചോദ്യചിഹ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉയരുമ്പോഴും ഇതുപോലുള്ള പരാതികൾ പലപ്പോഴും ദൈവത്തിൽ വരും. പക്ഷേ അവിടെയും ഞാൻ ദൈവത്തിൽ എത്രത്തോളം വിശ്വസിക്കുന്നു, ആ ഒരു സാഹചര്യത്തിലും എത്രത്തോളം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൈപിടിച്ചെന്ന് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൻ്റെ പാതയിൽ പോകാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിലെ വായനയിലേക്ക് കടന്നു വരുമ്പോഴും ഇരുപാറ ക്രിസ്തു തന്നെയായിരുന്നു എന്നുള്ള കാര്യം പൗലോസ് പറയുമ്പോൾ, സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൂടെ എത്രത്തോളം ആ ഒരു ബോധത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നുണ്ട്. ഈ ഒരു യാത്രയിൽ ഒരു മരുഭൂമി അനുഭവത്തിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ തിരിച്ചറിയുക, ക്രിസ്തുവാകുന്ന ആ ഒരു ഉറവ നമ്മുടെ ജീവിതത്തിലും നിർവഹിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ ഒരു ഉറവ എപ്പോഴും ഉണ്ട്. പക്ഷേ ആ ഒരു ക്രിസ്തുവിലേക്ക് ചെല്ലുവാനോ ആ ഒരു ക്രിസ്തുവിൻ്റെ ഒരു സംരക്ഷണത്തിലായിരിക്കാനോ നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നു. സുവിശേഷ വായനയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സമരിയാക്കാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, പലപ്പോഴും അവർ തന്നെ മറ്റുള്ളതിൽ നിന്ന് അല്ലെങ്കിൽ മാറി നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സമൂഹം പോലും ചേർത്ത് പിടിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും നിഷേധിക്കപ്പെട്ടപ്പോഴും അവർ സ്വയമേ ചിന്തിച്ചൊരു കാര്യമാണ്, ദൈവത്തിനും മനുഷ്യർക്കും ഞങ്ങളെ വേണ്ട എന്നുള്ള കാര്യം. സമരിയാക്കാരും യഹൂദരും തമ്മിലുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അവർ ആത്മീയമായിട്ടും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിൽ പലപ്പോഴും സ്വീകരിച്ചിരുന്ന ഒരു നിലപാടാണ്, ദൈവത്തിനും മനുഷ്യർക്കും ഞങ്ങളെ വേണ്ട എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഗുരുവായ ഈശോ തന്നെ അവരോട് പ്രസംഗിക്കുമ്പോഴും ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അവർക്കും പക്ഷേ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലും അവർക്കുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ്. ദൈവവും മനുഷ്യരും ഞങ്ങളെ കൈവിട്ടു, അവർ ദൈവം ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യം പലപ്പോഴും പറയാതെ അവർ ജീവിതത്തിലൂടെ പറഞ്ഞു പോയ നിമിഷങ്ങൾ പലപ്പോഴും ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ക്രിസ്തു ഈ ഒരു സ്ത്രീയെ തേടി വരുന്നത്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെയാണ് സ്ത്രീകൾ പലപ്പോഴും കിണറ്റിൻകരയിലേക്ക് പോകുന്നത്. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ കിണറ്റിൻകരയിൽ വെച്ച് നടന്നിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ചത് ഒത്തിരിയേറെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു ഇടപെടലും തിരിച്ചറിയേണ്ടത് ആ ഒരു സ്ത്രീയെ പുനരുദ്ധരിക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു സമൂഹത്തെ ഒന്നടങ്കം ദൈവത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ആ ഒരു സ്ത്രീക്ക് പറ്റുന്നുണ്ട്. ഒരേ സമയം ആ ഒരു സ്ത്രീ സുവിശേഷകയായിട്ട് മാറുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിനെ ഏറ്റുപറയുവാനും ആ ഒരു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനും നിങ്ങളുടെ പരിഭവത്തിൻ്റെയും പരാതികളുടെയും ഇടയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം അവരോരോരുത്തരോടും പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ ഒരു കുടം നിറയ്ക്കാൻ വേണ്ടി കടന്നു വരുന്ന ഒരു സ്ത്രീ തിരികെ പോകുമ്പോൾ ആ ഒരു കുടം അവിടെ അവശേഷിച്ചിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോകും നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പല ആവർത്തി പല കാര്യങ്ങളും ദൈവത്തിന് മുമ്പിൽ പറയുമ്പോഴും പരാതികളും പരിഭവങ്ങളൊക്കെ ദൈവത്തിന് മുമ്പിൽ നമ്മൾ ആവർത്തിക്കുമ്പോഴും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എത്രത്തോളം ആ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ എത്രത്തോളം ആ ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്നു. പലപ്പോഴും പരിഭവങ്ങളും പരാതികളും പറയുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും അർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോഴും ഒരു 40-50 പലപ്പോഴും നമ്മുടെ ശതമാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലുള്ള നമ്മുടെ വിശ്വാസം പലപ്പോഴും ആഴ്ന്നു പോകുന്നുണ്ട്. സ്നേഹമുള്ളവർ തിരിച്ചറിയുക, 100% അല്ലെങ്കിൽ 200% ആ ഒരു ദൈവത്തിന് മുമ്പിൽ കൈവച്ച്
ആ ഒരു വിശ്വാസത്തിൽ ദൃഢത പറഞ്ഞ് മുന്നോട്ട് പോകാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഈ ഒരു വാരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു തപസ് കാലത്തിൽ ഉടനീളം നമുക്ക് പരിശോധിക്കാം. എൻ്റെ കുടുംബത്തിലായിക്കോട്ടെ, എൻ്റെ ജീവിതത്തിൽ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവരായിക്കോട്ടെ, ഓരോരുത്തരെയും ദൈവത്തിങ്കിലേക്ക് ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന ഈ ഉറവയിലേക്ക് ചേർത്ത് പിടിക്കാൻ എൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ആത്മശോധന ചെയ്യാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.